വടക്കൻ ഗ്രാമങ്ങളിലെ വേറിട്ട കാഴ്ചകൾ തേടി വിസ്മയ വ്യക്തിത്വങ്ങളെ തേടി ക്യാമറ കണ്ണുമായി ഒരു യാത്ര. നേർക്കാഴ്ചയുടെ പുതിയ അധ്യായത്തിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. ചെറുവത്തൂരിനടുത്ത് മുഴക്കോം നാപ്പച്ചാലിൽ ഗ്രാമ്യമെന്ന വീട്ടുമുറ്റത്ത് 30-ലേറെ പഴവൃക്ഷ ചെടികൾ പൂത്തും കായ്ച്ചും പഴുത്തു നിൽക്കുന്നുണ്ട്. കാർഷിക വൃത്തിയും വായനയും യാത്രയുമായി വിരമിക്കൽ ജീവിതം ആനന്ദകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന CV രവീന്ദ്രൻ മാസ്റ്ററുടെ വീട്ടുമുറ്റമാണിത്. ആരെയും വിസ്മയിപ്പിക്കുന്ന ഈ ഗ്രാമ്യാങ്കണത്തിലെ ഹരിതാപമായ പഴവർഗ കാഴ്ചകളിലേക്കാണ് നേർക്കാഴ്ചയുടെ ക്യാമറ ഇന്ന് നിങ്ങളെ നയിക്കുന്നത്. നേർക്കാഴ്ചയിലേക്ക് ഒരിക്കൽ കൂടി മാന്യപ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. തിരക്കേറിയ അധ്യാപക വൃത്തിക്കിടയിലും ഇങ്ങനെ ഹരിതാപമായ പച്ചക്കറികളും ഒപ്പം പഴവർഗ്ഗങ്ങളും ധാരാളം പൂച്ചെടികളുമുള്ള ഒരു പഴക്കൂടൊരുക്കാൻ മാഷിന് പ്രചോദനമായത് എന്താണെന്നറിയണ്ടേ? ഒപ്പം താൻ ആദ്യമായി നട്ട ഫലവൃക്ഷ തൈയെക്കുറിച്ചും മാഷിന് പറയാനുണ്ട്. കൃഷി ജീവിതമാണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഞാനൊരു കർഷക കുടുംബത്തിലാണ് ജനിച്ചത് തന്നെ. ചെറിയ പ്രായത്തിൽ തന്നെ കൃഷിയോട് അഭിമുഖ്യം ഉണ്ടായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും അതുപോലെ തന്നെ കോളേജിൽ പഠിക്കുമ്പോൾ പോലും കാർഷിക വൃത്തിയിൽ ഏർപ്പെടാറുണ്ട്. ഞാൻ പഠിച്ച നെഹ്റു കോളേജിൽ പോകുന്ന സമയത്തൊക്കെ ഷിഫ്റ്റായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഏതെങ്കിലും ഒരു നേരം ഷിഫ്റ്റ് ഉള്ള സമയത്ത് ബാക്കിയുള്ള സമയത്ത് വീട്ടിലത്തെ അല്ലെങ്കിൽ പറമ്പിലത്തെ പണിയും അതുപോലെ തന്നെ കന്നുകാലി പരിചരണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃഷിയോട് അന്ന് തൊട്ട് തുടങ്ങിയൊരു താല്പര്യം തന്നെയാണ്. പിന്നീട് കൂടുതൽ എനിക്കിതിലേക്ക് മുഴുകാൻ വേണ്ടി കഴിഞ്ഞ കോവിഡ് കാലത്താണ്. കോവിഡ് കാലത്ത് നമ്മളൊക്കെ വീട്ടിൽ അടച്ച് നിൽക്കുന്നൊരു സമയത്ത് തന്നെ നമ്മുടെ സമയം എങ്ങനെ നല്ല രീതിയിൽ ചിലവഴിക്കാമെന്നുള്ളൊരു ചിന്തയുടെ ഭാഗമായിട്ടാണ് ഞാൻ പരിസരത്ത് വീട്ടിൻ്റെ ചുറ്റുപാടും കുറേ ചെടികൾ വെച്ച് പിടിപ്പിക്കാമെന്നുള്ളൊരു ആലോചന ഉണ്ടായിട്ടുള്ളത്. ആ ചെടികൾ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നാണ്യവിളകൾ എന്നതിനേക്കാൾ ഉപരി നമ്മുടെ പച്ചക്കറികളും അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളും എന്തുകൊണ്ട് നമുക്ക് തന്നെ കൃഷി ചെയ്തുകൂടാ എന്നുള്ളൊരു ആലോചന വന്നു. അപ്പം അങ്ങനെയുണ്ട് അതാണ് ഞാനിപ്പോൾ എൻ്റെ ഈ പരിസരത്ത് ധാരാളം പഴച്ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ചുറ്റോടും. അത് വളരെ പരിസ്ഥിതി സൗഹാർദ്ദപരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഏകദേശം നമ്മുടെ മലേഷ്യ, തായ്ലൻഡ് പോലുള്ള പ്രദേശങ്ങളിലൊക്കെ കണ്ടുവരാറുള്ള പല പഴങ്ങളും ചാമ്പവർഗ്ഗത്തിൽപ്പെട്ട പല ചെടികളും ഞാനിവിടെ സംരക്ഷിച്ച് പോരുന്നുണ്ട്. ഞാനെൻ്റെ ഈ പരിസരത്ത് ആദ്യമായിട്ട് നട്ടത് റംബൂട്ടാൻ തന്നെയാണെന്ന് എൻ്റെ ഓർമ്മ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ 22 വയസ്സുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റംബൂട്ടാൻ്റെ ചെടി ശരിക്കും പറഞ്ഞാൽ ഇവിടെ തൃശ്ശൂരാമറ്റുള്ളൊരു ഏതൊരു വിൽപ്പനക്കാരൻ കൊണ്ടുവന്ന് വിൽക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ റംബൂട്ടാനാണ് ഞാൻ ആദ്യമായിട്ട് ഈ പരിസരത്ത് വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഫലവൃക്ഷം. ഏകദേശം ഒരു 30ഓളം പഴവർഗ്ഗങ്ങൾ എൻ്റെ ഈ പരിസരത്തുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 20 സെൻറ്റോളം വരുന്ന ഒരു സ്ഥലമാണ് ഈ വീട്ടിൻ്റെ ചുറ്റുപാടുള്ളത്. മിക്കവാറും എല്ലാ ചെടികളും ഈ വീട്ടിൻ്റെ ചുറ്റുപാട് തന്നെ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു സങ്കല്പമാണ്. നമ്മുടെ പരിസരത്ത് മിക്കവാറും എല്ലാ പഴച്ചെടികളും വേണമെന്നൊരാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ പഴങ്ങളുടെ റാണി എന്ന് പറയാറുള്ള മാംഗോസിനുണ്ട്. മാംഗോസിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. വൈക്കം മുഹമ്മദ് ബഷീറിനൊക്കെ വളരെ ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുമ്പിലുള്ള മാംഗോസിൻ മരത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ മാംഗോസിൻ മരം ഇവിടെ ഉണ്ട്. ഇപ്പോൾ അത് കായ്ച്ചിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ മുന്തിരിയുണ്ട്.
പിന്നെ ചാമ്പ വർഗ്ഗമാണ് കൂടുതലുള്ളത്. സാധാരണ നമുക്കൊക്കെ അറിയാവുന്ന റോസ് ചാമ്പ, നമ്മൾ സാധാരണ ചാമ്പ പറയുന്നത്, എൻ്റെ മുമ്പിലൂടെ നിൽക്കുന്നുണ്ട് ചാമ്പ. ആ ചാമ്പ തന്നെ അതിൻ്റെ ഒരു 8ഓളം വെറൈറ്റി ഇവിടെയുണ്ട്. അതുതന്നെ ഏറ്റവും കൂടുതൽ കായ് ഫലം തരുന്ന ഒരു ചാമ്പയാണ് ഇപ്പം എൻ്റെ മുൻപിൽ കാണുന്ന ചാമ്പ വർഗ്ഗത്തിൽപ്പെട്ട മലൈ ആപ്പിൾ എന്നാണ് പറയുന്നത്. മലേഷ്യയാണ് അതിൻ്റെ ജന്മസ്ഥലമെന്നാണ് ഞാൻ കരുതുന്നത്. ധാരാളം കായ്ക്കും അത്. അതുപോലെ തന്നെ പ്ലാവിലെ 2-3 ഇനങ്ങൾ ഇവിടെയുണ്ട്. നമുക്ക് സാധാരണ അറിയുന്നത് സാധാരണ പ്ലാവാണ്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഇവിടെ 2 തരം വെറൈറ്റി പ്ലാവുകളുണ്ട്. ഒന്ന് പിന്നെ കൂടുതൽ കായ്ക്കുന്ന ഒരു ഏകദേശം 1.5 വർഷം കൊണ്ട് കായ്ക്കുന്ന വിയറ്റ്നാം സൂപ്പർ എർലി എന്ന് പറയുന്ന സാധനം. അതൊരു ചെറിയ ചെടിയിൽ തന്നെ ഏകദേശം 1.5 വർഷം ആകുമ്പോഴത്തേക്ക് തന്നെ അത് കായ്ച്ചു തുടങ്ങും. പിന്നെ മറ്റൊരു പ്ലാവാണ് എവർജാക്ക് അല്ലെങ്കിൽ ഓൾ ടൈം ജാക്ക് എന്നൊക്കെ പറയുന്ന സാധനം. അതിന് സീസണില്ല. സാധാരണ നമുക്കറിയാം, സാധാരണ നമ്മുടെ നാടൻ പ്ലാവൊക്കെ കായ്ച്ചു വരുന്നത് വർഷത്തിൽ ഒരു തവണയാണ്. ഏകദേശം ഫെബ്രുവരി മാർച്ച് ആകുമ്പോഴത്തേക്കും ചക്ക പിടിക്കുന്ന പ്ലാവ് ഇനങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. എന്നാൽ ഈ ഓൾ ടൈം ജാക്കിൻ്റെ പ്രത്യേകത, അതിന് സീസണില്ല. എല്ലാ സമയത്തും മഴക്കാലമായാലും വേനൽക്കാലമായാലും അത് കായ്ക്കും. ചെറിയ പ്രായത്തിൽ തന്നെ കായ്ക്കും. ആ ഒരു ഓൾ ടൈം ജാക്ക് ഇവിടെ കായ്ച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചക്കയുടെ ഒരു പ്രത്യേകത പറയുമ്പോൾ അതിൻ്റെ എന്താ പറയുക, പശയില്ലാത്ത ചക്ക, ഗംലെസ് എന്ന് പറയും. ആ ഗംലെസ് ജാക്ക് ഇവിടെ ഉണ്ട്. അത് കായ്ച്ചിട്ടില്ല, ഇപ്പോൾ അത് പ്രൂൺ ചെയ്തിട്ടാണുള്ളത്. പിന്നെ പഴങ്ങൾ ധാരാളം എപ്പോഴും പിടിക്കുന്ന ഒരു പഴമാണ് പീനട്ട് ബട്ടർ. അതിവിടെ ഉണ്ട്, തോട്ടത്തിൽ കാണാം നമുക്ക്. പീനട്ട് ബട്ടർ നമുക്ക് കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് പീനട്ട് ബട്ടർ എന്ന് പറയുന്നത്. അത് വെണ്ണയും അതുപോലെ തന്നെ നട്ടും ചേർത്ത് ഉണ്ടാക്കുന്നൊരു സാധനമാണ്. എന്നാൽ ഈ പീനട്ട് ബട്ടറിൻ്റെ പ്രത്യേകത ഏകദേശം അതിൻ്റെ രുചി തന്നെയാണ്. നമ്മൾ വെണ്ണയും അതുപോലെ തന്നെ ഈ നട്ടൊക്കെ പിന്നെ ചേർന്ന രീതിയിലുള്ള ഒരു രുചിയുള്ള പഴമാണ്. പക്ഷികൾക്ക് ഏറെ ഇഷ്ടമാണത്. മുന്തിരി ഉണ്ട് ഇവിടെ. മുന്തിരി ഇവിടെ കുറേ വർഷമായിട്ട് തന്നെ കാഴ്ച വെക്കുന്നുണ്ട്. അപ്പോൾ മുന്തിരി കായ്ക്കുക എന്നുള്ള പറഞ്ഞാൽ ആദ്യം എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. ആദ്യം ഞാൻ 1-2 ചെടി നടുകയും പരീക്ഷിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ ഇവിടെ മുന്തിരി ഉണ്ടായി. ഇപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ മഴമറക്കകത്ത് ഇവിടെ റെയിൻ ഷെൽട്ടർ ഉണ്ട്, അതിനകത്ത് ഞാൻ മുന്തിരി ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊന്നാണ് ഞാൻ ഇവിടെ പരീക്ഷിച്ചത്, നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ 2 പിന്നെ തൈകൾ. ഒരു തൈ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു കാലിന് നടുന്നതാണ്. ഒരു കാലിന് ഒരു 4 എണ്ണം നടും. അങ്ങനെ 2 മുരട് എന്ന് പറയും നമ്മൾ. ആ 2 മുരട് ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നല്ല കായ്ഫലം ഉണ്ടായിരുന്നു, ധാരാളം കായ്ച്ചു. അത് വയലറ്റ് നിറത്തിലുള്ള നല്ല സ്വീറ്റായിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ്. കാർഷിക വൃത്തി എന്നതുപോലെ രവീന്ദ്രൻ മാസ്റ്റർക്ക് യാത്രകളോടും ഏറെ കമ്പമാണ്. ഇന്ത്യക്കകത്തും പുറത്തുമായി വിവിധ ഇടങ്ങളിൽ അദ്ദേഹം ഇതിനോടകം യാത്ര ചെയ്തിട്ടുണ്ട്. ഈ യാത്രകൾ അദ്ദേഹത്തിൻ്റെ കാർഷിക വൃത്തിയെ ഏറെ സഹായിച്ചിട്ടുണ്ട്. പുതിയ പുതിയ കാർഷിക രീതികളെക്കുറിച്ച് അറിയാനും കൃഷി സംബന്ധമായ വിത്തുകൾ ശേഖരിക്കാനും ഫലവൃക്ഷ തൈകൾ സംഘടിപ്പിക്കാനുമൊക്കെ മാഷിനെ യാത്രകൾ സഹായിച്ചിട്ടുണ്ട്. ആ യാത്രാനുഭവങ്ങൾ കൃഷി എന്നെ സംബന്ധിച്ച് ഒരു പഠനമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, പഠിക്കുന്ന സമയത്ത് തന്നെ കൃഷിയിൽ വ്യാപൃതനായിരുന്നെങ്കിലും പിന്നീട് ജോലി സംബന്ധമായ പല തിരക്കുകൾക്കിടയിലും കൃഷിയിൽ കൂടുതൽ ഇടപെടാൻ പറ്റിയിട്ടില്ല. അധ്യാപകവൃത്തിയിൽ ഞാൻ പ്രൈമറി അധ്യാപകനായിട്ടും ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ ഇംഗ്ലീഷ് അധ്യാപകനായിട്ടും അതുപോലെ തന്നെ തുടക്കത്തിൽ പാരലൽ കോളേജിലെ ഇംഗ്ലീഷ് അധ്യാപനമൊക്കെ ആയിട്ട് കൂടുതൽ കാലം ജോലി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സംഘടനാ രംഗത്തും കൂടുതൽ സമയം ചെലവഴിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജോലി തിരക്കുകൾക്കിടയിലും അതുപോലെ തന്നെ സംഘടന സാമൂഹ്യ പ്രവർത്തനത്തിനിടയിലും കൃഷിയിൽ കൂടുതൽ ഇടപഴകാൻ കഴിഞ്ഞിട്ടില്ല. പിന്നീട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിട്ടയർമെൻറ്റിന് ശേഷമാണ് 2021 ഞാൻ കുട്ടമത്ത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഇംഗ്ലീഷ് അധ്യാപകനായിട്ട് വിരമിക്കുന്നത്. അതിനുശേഷം എനിക്ക് കൂടുതൽ സമയം കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആ സമയം ഞാൻ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് കൃഷിക്കും
പരിസ്ഥിതി പ്രവർത്തനത്തിനും അതോടൊപ്പം യാത്രകൾക്കുമാണ്. ഇതിനെ മൂന്നിനെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എങ്ങനെ പോകാം എന്നത് എന്നെ സംബന്ധിച്ച് ഒരു പരീക്ഷണമായിരുന്നു. അപ്പോൾ എൻ്റെ യാത്രയിൽ കണ്ടിട്ടുള്ള പല സ്ഥലങ്ങൾ, ഇന്ത്യയിൽ മിക്കവാറും സ്ഥലങ്ങളിൽ സഞ്ചരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തും രാജ്യത്തിന് പുറത്തും പോകാൻ വേണ്ടി അവസരം കിട്ടിയിട്ടുണ്ട്. ചില രാജ്യങ്ങളിൽ ഒന്നിൽ കൂടുതൽ തവണയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ നേപ്പാളിനെ സംബന്ധിച്ചിടത്തോളം 2 തവണ പോകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഈ 2 തവണയൊക്കെ ഒരു സ്ഥലത്ത് തന്നെ പോകുന്നത്? അപ്പോൾ ഒരു തവണ പോയത് ഞാൻ അവിടെ നടന്നിട്ടുള്ള വലിയ ഭൂകമ്പത്തിൻ്റെ മുമ്പിലാണ്, ഭൂകമ്പം നടക്കുന്നതിന് മുന്നിലാണ് പോയത്. പിന്നീട് ആ ഭൂകമ്പത്തിന് ശേഷവും പോകാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ടും 2 തരം തന്നെയാണ്. അപ്പോൾ അവിടുത്തെ കൃഷിയൊക്കെ കാണുമ്പോൾ എന്നെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം, നേപ്പാൾ എന്ന് പറയുന്ന ചെറിയ നമ്മുടെ അയൽരാജ്യം, 2 വശങ്ങളിലും വലിയ മലകളാണ്. ആ മലഞ്ചെരിവുകളിൽ ഇടയിലുള്ള ചെറിയ പ്രദേശത്താണ് അവർ കൃഷി ചെയ്യുന്നത്. അവിടെ നെല്ല്, അതുപോലെ തന്നെ ഗോതമ്പ്, കടുക്, അതുപോലുള്ള ചെറിയ ചെറിയ സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത്. അതുപോലെ തന്നെ കന്നുകാലി പരിചരണം. അവരെ സംബന്ധിച്ച് വീട് എന്ന് പറയുന്നത് ചെറിയ ഒരു ഷെഡാണ്. അതായത് അവിടെയുള്ള നദീക്കരയിൽ നിന്നും പെറുക്കിയെടുക്കുന്ന കല്ലുകൾ അട്ടിക്കട്ടിക്ക് വെച്ചിട്ടുണ്ടാക്കുന്ന ചുമരും ആസ്പെറ്റോസ് ഷീറ്റ് വെച്ചിട്ടുള്ള മേൽക്കൂരയൊക്കെയാണ് അവരുടെ വീട് എന്ന് പറയുന്നത്. നമ്മുടെ സങ്കല്പത്തിലില്ലാത്തൊരു വീടാണ്. നേരെ മറിച്ച് ആ വീട്ടിൻ്റെ മുമ്പിൽ ചെറിയ പാടത്ത്, ചെറിയ കൃഷിസ്ഥലത്ത് അവർ നന്നായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്, കന്നുകാലികളെ വളർത്തുന്നുണ്ട്. ആ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഒരു ഇൻസ്പിറേഷൻ തന്നെ ആയിരുന്നു. അതുപോലെ തന്നെ ഞാൻ സഞ്ചരിച്ചിട്ടുള്ള പല സ്ഥലങ്ങളിലും കൃഷിപ്പാടങ്ങൾ, ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഗ്രാമങ്ങളിലേക്കുള്ള യാത്രയാണ്. ആ ഗ്രാമയാത്ര ഒരുപാട് കാര്യങ്ങൾ പകർന്നു തന്നിട്ടുണ്ട്. വടക്കേ ഇന്ത്യയിലുള്ള യാത്രയിൽ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ള അവിടുത്തെ ഗോതമ്പ് കൃഷിയും അതുപോലെ തന്നെ പച്ചക്കറി കൃഷിയും. മുമ്പേ പലപ്പോഴും പറയാറുണ്ട്, കേരളമാണ് മാങ്ങയൊക്കെ, ഇപ്പം മാങ്ങയൊക്കെ കൂടുതൽ കൃഷി ചെയ്യുന്ന സ്റ്റേറ്റ് കേരളമാണെന്ന് ഞാൻ പോലും കരുതിയിരുന്നു. പക്ഷേ എൻ്റെ യാത്രയിലാണ് ഞാൻ മനസ്സിലാക്കിയത് വടക്കേ ഇന്ത്യയിലാണ് കൂടുതൽ ഈ മാമ്പഴമൊക്കെ കൃഷി ചെയ്യുന്നത് പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ട്. 5ഓളം വിദേശ രാജ്യങ്ങൾ സഞ്ചരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേപ്പാൾ, ഭൂട്ടാൻ, തായ്ലൻഡ്, ശ്രീലങ്ക, മലേഷ്യ പോലുള്ള രാജ്യങ്ങൾ സഞ്ചരിക്കാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത് കൃഷിയും അവരുടെ പരിസ്ഥിതി പരിചരണമൊക്കെയാണ്. കീടനാശിനികളില്ലാത്തൊരു വിളവെടുപ്പ് ഇന്ന് ഏതൊരു കർഷകനും നേരിടുന്ന വെല്ലുവിളിയാണ്. എന്നാൽ രവീന്ദ്രൻ മാഷ് തൻ്റെ കാർഷിക വിളകളെ സംരക്ഷിക്കുന്നതും പരിപാലിക്കുന്നതും ജൈവ കാർഷിക രീതിയിലൂടെ തന്നെയാണ്. നിത്യജീവിതത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട വിഭവങ്ങൾ, പ്രത്യേകിച്ചിട്ട് പഴങ്ങളായാലും അതുപോലെ തന്നെ പച്ചക്കറി വിഭവങ്ങളായാലും അതൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും, അല്ലെങ്കിൽ കഴിയണം എന്ന ഒരാഗ്രഹം എനിക്കുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഴച്ചെടികൾ ഇവിടെ കൃഷി ചെയ്യുന്നത്. അതുപോലെ തന്നെ വാഴപ്പഴം, വ്യത്യസ്ത വെറൈറ്റിയുള്ള വാഴപ്പഴം ഇവിടെ ഉണ്ട്, നമ്മുടെ പറമ്പിലുണ്ട്. ഇടവേളയായിട്ട് ഇപ്പം തെങ്ങും കവുങ്ങും ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ മുമ്പൊക്കെ ഇവിടെ മൈസൂർ അല്ലെങ്കിൽ പാളയംകോടനൊക്കെ ആയിരുന്നു ധാരാളമായിട്ട് കൃഷി ചെയ്തിരുന്നത്. ഇപ്പോൾ അത് മാറിയിട്ട് ഇപ്പോൾ ഇവിടെ സോദരി എന്ന് പറയുന്നൊരു വാഴപ്പഴം മിക്കവാറും എല്ലാ സമയത്തും നമുക്ക് അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഞാൻ സ്കൂൾ ജീവിതത്തിലും ഇത് പ്രാവർത്തികമാക്കാൻ വേണ്ടി മറ്റ് അധ്യാപകരുടെ സഹായത്തോടു കൂടി ചെയ്തിട്ടുണ്ട്. സ്കൂൾ കോമ്പൗണ്ടിനകത്ത് അതുപോലെ തന്നെ ടെറസിൻ്റെ മുകളിലൊക്കെ ധാരാളം കൃഷി ചെയ്യുമായിരുന്നു കുട്ടികളുടെ സഹായത്തോടു കൂടി. അപ്പോൾ അത് കുട്ടികൾക്കൊരു പ്രേരണയായിരുന്നു. ഞാനെപ്പോഴും ക്ലാസ്സിൽ ഞാൻ ലിറ്ററേച്ചറാണ് പഠിപ്പിച്ചെങ്കിലും അതിൻ്റെ ഭാഗമായിട്ട് അത് എന്താ പറയുക, ഞാൻ ഏതെങ്കിലും തരത്തിൽ പരിസ്ഥിതി അല്ലെങ്കിൽ കൃഷിയായിട്ട് കണക്ട് ചെയ്ത് പറയാറുണ്ട് കുട്ടികളോട് ഈ പ്രേരണയ്ക്ക് വേണ്ടിയിട്ട്. ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ജൈവ വളങ്ങളും ജൈവ കീടനാശിനികളൊക്കെ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ പറമ്പിൽ നിന്നുള്ള ജൈവ വേസ്റ്റ്, ഇപ്പോൾ ഈ ഇലകൾ, ഉണങ്ങിയ ഇലകൾ, അതുപോലെ തന്നെ കവുങ്ങിൽ നിന്ന് കിട്ടുന്ന പട്ട, മച്ചിപ്പട്ട എന്ന് പറഞ്ഞ സാധനം, ഓല, ഇതൊക്കെ ശേഖരിച്ചുകൊണ്ട് ഇവിടെ വളം നമ്മൾ
ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതിൻ്റെ ഒരു മണ്ണിര കമ്പോസ്റ്റ് പ്ലാന്റ് എനിക്കിവിടെ സ്വന്തമായിട്ടുണ്ട്. കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാനൊരു മണ്ണിര കമ്പോസ്റ്റ് പ്ലാന്റ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള വളം, നല്ല മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അപ്പോൾ വളത്തിനൊരു ക്ഷാമമില്ല ശരിക്കും പറഞ്ഞാൽ. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ലഭ്യത എന്ന് പറയുന്നത്, വെള്ളത്തിന് ക്ഷാമമില്ല അവിടെ. എപ്പോഴും നല്ല കുടിവെള്ളം, ശുദ്ധമായിട്ടുള്ള കുടിവെള്ളം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് സ്വന്തമായിട്ട് ഇവിടെ 2 കിണറുണ്ട്. ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഇറിഗേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്, പറമ്പ് നനക്കാൻ വേണ്ടിയിട്ട്, ക്ഷാമം ഉണ്ടാവാറില്ല. മറ്റൊന്ന് വീട്ടിലെ ഈ ചെടികൾ നനക്കാനും അതുപോലെ തന്നെ വീട്ടാവശ്യത്തിനും എല്ലാ സമയത്തും വെള്ളം ഉണ്ട്. ഇനി വേനൽ പോലും വെള്ളം വറ്റാറില്ല. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാനിവിടെ ഈ വെള്ളം റീചാർജ് ചെയ്തിട്ടുണ്ട്, കിണർ വെള്ളം റീചാർജ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ വീട്ടിൻ്റെ മുകളിൽ പെയ്യുന്ന മുഴുവൻ വെള്ളവും ശേഖരിച്ച് വീണ്ടും റീചാർജ് ചെയ്ത് ശുദ്ധീകരിച്ച് അതേ വെള്ളം തന്നെ ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. നാടനും വിദേശിയും ഉൾപ്പെടെ വൈവിധ്യമാർന്ന പഴവർഗ്ഗ ചെടികളുടെ ശേഖരമാണ് ഈ ഗ്രാമ്യാങ്കണത്തെ വിസ്മയകരമാക്കുന്നത്. രവീന്ദ്രൻ മാസ്റ്ററുടെ വീട്ടുമുറ്റത്ത് ഏതൊക്കെ ഇനം ഫലവൃക്ഷ തൈകളാണുള്ളതെന്നും അതൊക്കെ എങ്ങനെയാണ് ശേഖരിച്ചതെന്നും അതിൻ്റെ പരിപാലനം എങ്ങനെയാണെന്നും നമുക്ക് കേൾക്കാം. ഇവിടെ സ്വദേശിയും വിദേശിയുമായിട്ട് ഏകദേശം 30ഓളം പഴച്ചെടികൾ ഞാൻ വളർത്തുന്നുണ്ട്. അതിൽ പലതും പല സ്ഥലങ്ങളിലുള്ളതാണ്. ഒരു പരീക്ഷണം എന്ന രീതിയിലാണ് ഞാൻ ആദ്യം ചില ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. അതിൽ തന്നെ റംബൂട്ടാനും അതുപോലെ തന്നെ ആ വർഗത്തിൽപ്പെട്ട ചാമ്പ വർഗ്ഗമൊക്കെ ഇവിടെ ആവുമെന്നൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇവിടുത്തെ കാലാവസ്ഥ അതിന് അനുയോജ്യമാണോ, അത് നമ്മുടെ മണ്ണ് അത്ര അനുയോജ്യമാണോ എന്നൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യമായിട്ട് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ കായ്ച്ചത് റംബൂട്ടാനാണ്. അപ്പോൾ റംബൂട്ടാൻ കായ്ച്ചപ്പോൾ തോന്നി എനിക്ക് ഇതൊക്കെ ഇവിടെ തന്നെ ധാരാളം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നുള്ളത്. പിന്നീടാണ് ചാമ്പവർഗ്ഗത്തിൽപ്പെട്ട വ്യത്യസ്ത ഇനങ്ങളൊക്കെ ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നല്ല വിജയമായിരുന്നു. അതുപോലെ തന്നെ ഈ ചെടികൾ വിത്ത് നട്ടിട്ടല്ല ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഞാൻ നഴ്സറികളിൽ നിന്ന് ചെടികൾ വാങ്ങിച്ചിട്ടാണ്. അപ്പോൾ നഴ്സറികളിൽ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും നല്ല നഴ്സറി, വിശ്വസ്തരായിട്ടുള്ള ഈ തൈകൾ വിൽക്കുന്ന ആളുകളെ സമീപിച്ച് തന്നെ മേടിക്കണം. അപ്പോൾ മണ്ണുത്തിയിൽ നിന്നും, ഇപ്പോൾ മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കവിടെ നേരിട്ട് പോയിട്ട് ഓർഡർ ചെയ്ത് കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ ഏകദേശം നമ്മുടെ വടക്കേ മലബാറിലെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന പല നഴ്സറികളെയും ഞാൻ സമീപിക്കാറുണ്ട്. ചില മേളകളിൽ നിന്നൊക്കെ ഞാൻ തൈകൾ നല്ലത് നോക്കിയിട്ട് ശേഖരിക്കാറുണ്ട്. അതുപോലെ തന്നെ അനന്തക്കാട് ഫാമിൽ നിന്നൊക്കെ ധാരാളമായിട്ട് ഞാൻ ഇവിടെയുള്ള പഴച്ചെടികളുടെ തൈകളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. അതിൽ നന്നായിട്ട് വിജയിച്ചിട്ടുള്ള ഒന്നായിരുന്നു ഡ്രാഗൺ ഫ്രൂട്ട് എന്നുള്ളത്. ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെ ആവുമെന്നൊരു സംശയമൊക്കെ എനിക്കുണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പോൾ അടുത്ത കാലത്താണ് വ്യാപകമായിട്ട് വരുന്നത് തന്നെ. കുറേ കൊല്ലം മുമ്പേ വർഷങ്ങൾക്ക് മുമ്പേ ഒരു തായ്ലൻഡ് യാത്രക്കിടയിലാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ ടേസ്റ്റ് ചെയ്യുന്നത്. അന്ന് ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണെന്ന് അറിഞ്ഞുകൂടാ, ഏതോ ഒരു ഫ്രൂട്ട് എന്ന രീതിയിൽ അന്ന് ഭക്ഷണത്തിൻ്റെ കൂടെ തന്നപ്പോൾ അത് കഴിച്ചു എന്നല്ലാതെ പിന്നീട് വന്നിട്ടാണ് അറിയുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഇതുപോലെ അനന്തക്കാട് ഫാമിൽ നിന്നാണ് അതിൻ്റെ തൈ ശേഖരിച്ചിട്ടുള്ളത്. അത് നന്നായിട്ട് വിജയിച്ചിരുന്നു. ഇപ്പോൾ എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിന് ചില ഫംഗസ് രോഗം വന്നിട്ടൊക്കെ പോയിട്ടാണുള്ളത്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഞാൻ വീണ്ടും റീപ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ണ് ട്രീറ്റ് ചെയ്ത് വെച്ചിട്ടാണുള്ളത്. അതേപോലെ തന്നെ ഇവിടെ അബിയു ഉണ്ടായിരുന്നു. അബിയു ഈ പ്രദേശത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അബിയുവിൻ്റെ നല്ലൊരു തൈ ഇതേപോലെ തന്നെ ഫാമിൽ നിന്ന് വാങ്ങി ഇവിടെ വെക്കുകയും ധാരാളമായിട്ട് അബിയു കായ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മണ്ണിന് ചില സമയത്തുള്ള ചില പ്രശ്നങ്ങൾ, എനിക്ക് തോന്നുന്നത് ഈ അസിഡിറ്റിയുടെ പ്രശ്നമൊക്കെ ആയിരിക്കാം. അതുപോലെ തന്നെ ഫംഗസ് രോഗമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ രോഗം വന്നിട്ട് എൻ്റെ അബിയു ചെടിയും ഇതുപോലെ നശിച്ച് പോയിട്ടാണുള്ളത്. അതും ഞാൻ ഇതുപോലെ വീണ്ടും റീപ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ണൊക്കെ ഒരുക്കി വെച്ചിട്ടാണുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പഴച്ചെടികൾ ചെയ്യുന്ന സമയത്ത് അത് നമുക്കിവിടെ ചെയ്യാനാവുമോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് സമയനഷ്ടമാണ്, സ്ഥലനഷ്ടമാണ്, അതുപോലെ തന്നെ സാമ്പത്തിക നഷ്ടവും തന്നെയാണ്. പിന്നെ മറ്റൊന്ന്,
വില കൂടിയ തൈകൾ പലതുമുണ്ട്. ഇപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും അതുപോലെ തന്നെ പ്ലാവിൻ്റെ ഒക്കെ തൈകൾ നല്ല വില കൂടിയ തൈകളാണ്. വിലയുണ്ടെങ്കിലും അത് വിശ്വസ്തരായ ആളുകളിൽ നിന്ന് മേടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിരമിക്കൽ ജീവിതം പലരും വിശ്രമത്തിനായി മാറ്റിവെക്കുമ്പോൾ ഈ അധ്യാപകൻ മണ്ണിലേക്ക് ഇറങ്ങുകയാണ്. കാർഷിക വൃത്തിയും യാത്രകളും ഒപ്പം വായനയും. പുതിയ തലമുറയ്ക്ക് അതുകൊണ്ട് തന്നെ മാഷിന് ചില ഉപദേശങ്ങൾ നൽകാനുണ്ട്. ഒപ്പം തൻ്റെ കുടുംബ വിശേഷങ്ങളും പങ്കുവെക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഞാൻ 2021 അധ്യാപക വൃത്തിയിൽ നിന്ന് വിരമിക്കുന്നത്. പലപ്പോഴും എൻ്റെ കൂട്ടുകാരും അതുപോലെ തന്നെ കുട്ടികളൊക്കെ ചോദിക്കാറുണ്ട്, ഈ വിരമിക്കൽ സമയം മാഷ് എങ്ങനെയാണ് ചിലവഴിക്കുക, എങ്ങനെയാണ് സമയം പോവുക? ഇപ്പോഴും വല്ലപ്പോഴും കാണുന്ന സുഹൃത്തുക്കളൊക്കെ ചോദിക്കാറുണ്ട്. എനിക്കതിന് പറയാനുള്ളൊരു മറുപടി എന്ന് പറഞ്ഞാൽ സമയം പോകുന്നില്ല, എനിക്ക് സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എങ്ങനെ സമയം പോകുന്നില്ല എന്നല്ല. എനിക്കിപ്പോൾ രാവിലെ 6 മണിക്ക് ഉണർന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 2-2.5 മണിക്കൂറോളം സമയം വേണം ഈ ചെടികളൊക്കെ പരിപാലിക്കാൻ വേണ്ടി. അത് നോക്കാനും അതുപോലെ തന്നെ അത് നനയ്ക്കാനൊക്കെ കൂടുതൽ സമയം കണ്ടെത്താനുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റിട്ടയർമെൻറ്റ് ജീവിതം ഞാൻ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. യാത്രയായാലും കൃഷിയായാലും വായനയായാലും എന്തെങ്കിലും എഴുത്തൊക്കെ ആയാലും അതൊക്കെ ആസ്വദിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും എനിക്ക് സമയം കിട്ടാറില്ല. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്നോട് പലരും ചോദിക്കാറുണ്ട്, മാഷി ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ കൃഷി കാര്യങ്ങളൊക്കെ ആരാ നോക്കുക? എന്നെ അലട്ടുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണത്. അപ്പോൾ അതിന് എൻ്റെ കുടുംബത്തിൻ്റെ പിന്തുണയുണ്ട്. എൻ്റെ ഭാര്യ VM സതി, മുഴക്കോത്ത് UP സ്കൂൾ, ഗവൺമെൻറ് UP സ്കൂൾ ടീച്ചറാണ്. തൃക്കരിപ്പൂരാണ് അവരുടെ സ്വദേശം. മകൻ VM അനുരാജ്, അദ്ദേഹം കാനഡയിൽ എൻജിനീയറായിട്ട് ജോലി ചെയ്യുന്നു. അവിടെ തന്നെ പഠനത്തിന് ശേഷമാണ് അദ്ദേഹം ജോലിയിൽ കയറിയത്. അതുപോലെ തന്നെ മകൾ VM ആദിത്യ രവീന്ദ്രൻ, അവൾ വെള്ളാനി കാർഷിക കോളേജിൽ നിന്നും അഗ്രികൾച്ചറിൽ ബിരുദവും അതേ കോളേജിൽ തന്നെ സോയിൽ സയൻസിൽ ബിരുദാനന്തര ബിരുദവും പൂർത്തിയാക്കിയിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ പിന്തുണ എനിക്ക് ഈ കൃഷിയിൽ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ എല്ലാ പണിയും ചിലപ്പോൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. കാരണം ചില സമയത്തൊക്കെ എനിക്ക് കൂടുതൽ ആളുകളെ ആവശ്യമുണ്ട്. അപ്പോൾ എനിക്ക് എന്നെ സഹായിക്കാൻ വേണ്ടി പണിക്കാരെ ഞാൻ വല്ലപ്പോഴും കൂട്ടാറുണ്ട്. എല്ലാ പണിയും എനിക്ക് പറഞ്ഞ പോലെ എടുക്കാൻ ആയി എന്ന് വരില്ല. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഇവരെയൊക്കെ ഏൽപ്പിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. പോയാലും എൻ്റെ ചിന്ത ഈ കൃഷിയൊക്കെ തന്നെയാണ്. അപ്പോൾ കൃഷി അന്യം നിന്ന് കൊണ്ടിരിക്കുന്നൊരു സമയം ആണെന്ന് പൊതുവേ പറയാറുണ്ട്. വായന മരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ കൃഷി മരിക്കുന്നു എന്ന് പലരും പറയാറുണ്ട്. എങ്കിലും എനിക്ക് പറയാനുള്ളത്, കൃഷി മരിക്കുന്നതല്ല, ശരിക്കും പറഞ്ഞാൽ കൃഷിയെ നമ്മൾ കൊല്ലുന്നു എന്നുള്ളത് തന്നെയാണ്. പുതിയ തലമുറ എന്തിനാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്? പച്ചക്കറി നമുക്ക് യഥേഷ്ടം ചെറിയ വിലക്ക് മേടിക്കാൻ കിട്ടുന്നുണ്ടല്ലോ, എല്ലാ സാധനങ്ങളും മേടിക്കാൻ കിട്ടുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാണ് നമ്മൾ കൃഷി ചെയ്യുന്ന ഒരു ചിന്ത ഉണ്ട്. എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു സാധനം, ഏതെങ്കിലും ഒരു വിഭവം ഉണ്ടാക്കി കഴിക്കുമ്പോഴുള്ളൊരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാനാവാത്ത ഒന്ന് തന്നെയാണ്. വായനയെ ഒരു ഹോബിയായി കൊണ്ടു നടക്കുന്ന CV രവീന്ദ്രൻ മാസ്റ്റർക്ക് 500-ലധികം പുസ്തകങ്ങളുള്ള ഒരു ഹോം ലൈബ്രറി ഉണ്ട്. തൻ്റെ യാത്രകൾക്കും കാർഷിക വൃത്തിക്കും വായന മാഷ്ക്ക് പ്രചോദനമാണ്. യാത്രാസംബന്ധിയായതും കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളാണ് മാഷിൻ്റെ ഹോം ലൈബ്രറിയിൽ കൂടുതലുള്ളത്. വായന ഹൃദയത്തോട് ചേർന്ന ഒരു ശീലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചെറുപ്പത്തിലേ വായിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ചെറുപ്രായത്തിൽ ഇവിടെ അടുത്ത് അങ്ങനെ നല്ല വായനശാലകളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഉള്ള സ്ഥലങ്ങളിൽ പോയിട്ട് പുസ്തകങ്ങൾ ശേഖരിക്കും. പിന്നെ സ്കൂൾ കോളേജ് പഠനകാലത്ത് അവിടുത്തെ ലൈബ്രറിയൊക്കെ ഉപയോഗിച്ച് വായന തുടർന്നു.
പിന്നെ അധ്യാപക വൃത്തിയിലും വായന തുടർന്നു എന്ന് പറയാം. കുട്ടികളെയും അതേപോലെ തന്നെ വായന ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. പിന്നെ മിക്കവാറും സമയങ്ങളിൽ പുസ്തകങ്ങൾ മേടിച്ച് കൂട്ടും, സ്വന്തമായിട്ട് തന്നെ മേടിക്കും. അങ്ങനെ മോശമില്ലാത്തൊരു ലൈബ്രറിയും കൂടെ എനിക്കുണ്ട്. വായന മരിക്കുന്നു എന്ന് പലപ്പോഴും പറയാറുണ്ട് പലരും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ അതിനോട് യോജിക്കുന്നില്ല. വായിക്കുന്നവരെപ്പോഴും ഏത് കാലത്തും വായന തുടരുന്നുണ്ട്. ഞാനും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇന്ന പുസ്തകം വായിക്കുക എന്നുള്ള ഒരു ഇതല്ല, കിട്ടുന്നതൊക്കെ വായിക്കുക എന്നുള്ളൊരു ശീലം പണ്ടുകൊണ്ടേയുണ്ട്. അത് നോവലായാലും ചെറുകഥകളായാലും കവിതയായാലും അല്ലെങ്കിൽ ഉപന്യാസങ്ങളായാലും യാത്രയായാലും ഒക്കെ വായിക്കുക എന്നുള്ള തന്നെയാണ്. ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന വിഷയം ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സാഹിത്യത്തോടും നല്ലൊരു താല്പര്യം ഉണ്ട്. പിന്നെ എഴുതുന്നതിനെക്കുറിച്ച് മുമ്പൊന്നും എഴുതാനുള്ള സമയം സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നില്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ് കവിതയൊക്കെ എഴുതി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ നിർത്തി ജോലി തിരക്കും പോലെ തന്നെ സംഘടനാ പ്രവർത്തകർക്ക് ആയതുകൊണ്ട് തന്നെ കൂടുതൽ അവസരം കിട്ടിയിരുന്നില്ല. പിന്നെ കോവിഡ് കാലത്തും അതിനുശേഷം റിട്ടയർമെൻറ്റിന് ശേഷവും ഈ മേഖലയിലേക്ക് കൂടുതൽ സമയം കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. വായനയോടൊപ്പം തന്നെ കുറച്ച് എഴുത്തും എന്താ ചെയ്തുകൂടെ എന്നുള്ളൊരു ആലോചനയുടെ ഭാഗമായിട്ട് തുടർന്ന് വരുന്നുണ്ട്. പുസ്തകങ്ങളൊന്നും ഇതുവരെ ആ രീതിയിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല. എൻ്റെ വായനാ അനുഭവങ്ങളൊക്കെ യാത്രാ മാഗസീനുകളിൽ പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ട്. ട്രാവലറിലും മറ്റും എൻ്റെ ശ്രീലങ്കൻ പര്യടനത്തെക്കുറിച്ചുള്ള യാത്രാ വിവരണങ്ങളൊക്കെ സചിത്ര ലേഖനമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. CB രവീന്ദ്രൻ മാസ്റ്ററുടെ പഴക്കൂടിലെ ഈ വിസ്മയ കാഴ്ചകൾ പ്രേക്ഷകർക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വേറിട്ട കാഴ്ചയുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.